ബാല, അമൃത, പാപ്പു ഇത് തന്നെയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ്. തീർച്ചയായിട്ടും അതനുസരിച്ച് ബാലയ്ക്കെതിരെ അമൃത തന്നെ ലൈവിൽ വരികയും ബാലയെക്കുറിച്ച് പല ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ തന്നെ പങ്കുവെക്കുകയും ചെയ്തു. പക്ഷേ അതിലുമുപരി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഞാൻ ഇതുവരെ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്ന രീതിയിൽ ബാലയുടെ ഡ്രൈവറായിരുന്ന ഒരു യുവാവ് രംഗത്തെത്തുകയും അവർ ബാലയെക്കുറിച്ച് അതല്ലെങ്കിൽ അവർ അമൃതയോട് കാണിച്ചിരുന്ന ക്രൂരതയെക്കുറിച്ച്, പാപ്പുവിനോട് കാണിച്ചിരുന്ന ക്രൂരതയെക്കുറിച്ചൊക്കെ തന്നെ ബാലയുടെ ഡ്രൈവർ ലൈവിൽ വന്ന് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ബാലയ്ക്കെതിരെ തൻ്റെ കുട്ടി വന്ന് ലൈവിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സൈബർ ആക്രമണം ശരിക്കും നീങ്ങിയത് അമൃതയുടെ നേരെയാണ്. ഏറ്റവും കൂടുതൽ ആളുകളും കുറ്റപ്പെടുത്തിയത് അമൃതയെ തന്നെയാണ്. അത് എന്ത് തന്നെയായാലും അതിൻ്റെ വിഷമത്തിൽ അമൃത പല കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്തിരുന്നു. എല്ലാ സമയത്തും അവരെ കുറ്റപ്പെടുത്തുകയും മറ്റും അവർ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമൃത ബാലയ്ക്കെതിരെ ശക്തമായ രീതിയിൽ ലൈവിൽ വന്ന് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും പല ആളുകളും കൺഫ്യൂഷനിലായി പോകും. ശരിക്കും ബാല വില്ലൻ തന്നെയായിരുന്നു എന്ന്. ഒരുപക്ഷെ ഒരു പരിധിവരെ അമൃത പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതനുസരിച്ച് അത്രയും ക്രൂരമായ വാക്കുകൾ തന്നെയാണ് ബാലയെക്കുറിച്ച് അവരുടെ ഡ്രൈവർ കൂടിയായ ആ യുവാവ് പറയുന്നത് ഇങ്ങനെ. പിന്നെ എനിക്ക് എനിക്കന്ന് 18 വയസ്സ് അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്നെ ചവിട്ടിന്ന് മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട്. ഞാൻ ചെറുതാണ്, എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയുക, ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ എന്നെ ഒരു മകനെ പോലെ ആയിരുന്നു, ചേച്ചിക്ക് എന്നെ ഒരു ആങ്ങളെ പോലെ ആയിരുന്നു. അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത്. അപ്പം എനിക്ക് അവരൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അങ്ങനെ അത് പോയി. പിന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിൻ്റെയും വീഡിയോ കണ്ടിരുന്നു. പാപ്പുവിൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ഞാൻ വായിച്ചു, പാപ്പുവിനെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണെന്ന്. ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല. കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു. 14 വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ മരിച്ചുപോയി, അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവർ, ഇർഷാദെ എല്ലാ സത്യങ്ങളും നിനക്കറിയാല, നീ കണ്ണുകൊണ്ട് കണ്ടതുമല്ലേ, നിനക്കൊരു വീഡിയോ ആക്കി ഇട്ടൂടെ, അല്ലെ നിനക്ക് ഇത് പറഞ്ഞൂടെ. ഇതുവരെയും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെയ്യാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ കാരണം ഇപ്പം നിങ്ങൾ ആലോചിക്കും, ഇത്ര നാൾ നീ എവിടെയായിരുന്നു, ഇത്ര നാൾ ഞാൻ മിണ്ടാണ്ടിരുന്നതാ. ഇപ്പം എനിക്ക് ഈ പാപ്പുവിൻ്റെയും ചേച്ചിയും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത്ര വിഷമമായതുകൊണ്ട് ഈ വീഡിയോ ഇടുന്ന പോലും അവർക്കറിയില്ല. അവർ ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. അതൊന്നും നുണയല്ല അവർ പറഞ്ഞത്, സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല, ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട്. ഇനിയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയണം. കാരണം അവർ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അവർ ചെറിയൊരു കുടുംബമാണ്, 3 പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം. അവരവരേതായ പാടിന് പോയിക്കോട്ടെ, അവരവരേതായ ജീവിതം ജീവിച്ച് പോയിക്കോട്ടെ. പിന്നെ ബാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാർ അവർ വരെ വലിച്ചു കീറിയിട്ടുണ്ട്. ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോടെ ഞാൻ നിർത്തില്ല. എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും. ഞാൻ തുറന്ന് പറയുകയും ചെയ്യും. ഒരുപക്ഷെ ഈ യുവാവിനെ കൊണ്ട് ആരെങ്കിലും ഫോഴ്സ് ചെയ്ത് പറയിപ്പിച്ചതാണെന്ന് തോന്നുന്നില്ല ഇവരുടെ വോയിസ് ഒന്നും തന്നെ കാണുമ്പോൾ. കാരണം അത്രയും കൃത്യമായ രീതിയിൽ താൻ നേരിട്ട് കണ്ട അനുഭവങ്ങളൊക്കെ തന്നെ ആ തീഷ്ണതയോടെ തന്നെ അവർ പറയുന്നു. അതിലുപരി ഇനിയും ഒരുപാടുണ്ട് പറയാൻ എന്ന രീതിയിലുമാണ് അവർ അവസാനിപ്പിക്കുന്നത്. എന്തു തന്നെയായാലും പൂർണ്ണമായി ബാലയെ തന്നെ ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. പല തെറ്റുകളും അമൃതയുടെ ഭാഗത്ത് നിന്ന് വന്നു പോയത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെയും തന്നെ സംഭവിക്കാൻ കാരണമായതും. ഒരു പരിധിവരെ ബാല എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും തന്നെ ക്ലീൻ ഇമേജ് ഒരു ആക്ടറൊന്നും അല്ല. പലതരത്തിലും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പല തീരുമാനങ്ങളും വിഷയങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലുപരി ഡ്രിങ്ക്സ് പോലുള്ള ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യവും പലപ്പോഴും തെളിഞ്ഞതാണ്. എന്തു തന്നെയായാലും ഒരു പരിധിവരെ ഇവർക്കിടയിൽ മാത്രം തീരേണ്ട വിഷയങ്ങളെല്ലാം എടുത്ത് ജനങ്ങൾക്കിടയിലൂടെ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ആവുന്ന രീതിയിൽ പലപ്പോഴും ഇതൊക്കെ തന്നെ കൈകാര്യം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയതും ബാല തന്നെയായിരുന്നു. ഈ ഡ്രൈവർക്കെതിരെ പ്രതികരിക്കാൻ ഇതുവരെയും ബാല തയ്യാറായിട്ടില്ല. ഇനി അവരുടെ ന്യായീകരണം എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.